കഴിഞ്ഞ ദിവസമാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക പീഡന ആരോപണ പരാതി രേവതി സാവന്ത് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ രാജിവെച്ചിരിക്കുകയാണ്. ആ പീഡനത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിൽ സിദ്ദീഖ് രാജിവെച്ച വാർത്തയോടെയാണ് ഇന്നത്തെ വാർത്താ പ്രഭാതം നമ്മൾക്കെല്ലാവർക്കും മുന്നിലെത്തിയത്. സിദ്ദീഖ് രാജിവെച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സിദ്ദീഖിനെ അനുകൂലിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ സിനിമാ മേഖലയിൽ നിന്നടക്കം വന്നു. മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ ഇനി എക്സിക്യൂട്ടീവ് യോഗം നടക്കാനിരിക്കുകയാണ് മറ്റന്നാൾ കൊച്ചിയിൽ. ബാബുരാജിനെ പകരം ജനറൽ സെക്രട്ടറിയായി നിയമിക്കാനാണ് ഈ നിലവിൽ ഒരു ആലോചന. ഈ ഒരു കൂടിയാലോചനകളെല്ലാം എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടാകും. തീരുമാനം ഔദ്യോഗികമായി തന്നെ മറ്റന്നാൾ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. കീർത്തിയുണ്ട് വിശദാംശങ്ങളുമായി. കീർത്തി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ നിലപാട് വിശദീകരിക്കാനായി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. സിദ്ദിഖ് മോശമായി പെരുമാറിയെന്നും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. ആരോപണം ഉന്നയിച്ച മണിക്കൂറുകൾക്കകമാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇങ്ങനൊരു രാജിയുടെ വാർത്ത പുറത്തുവന്നത്. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ രാജിവെക്കുന്നുവെന്നാണ് സിദ്ദിഖ് പ്രസിഡന്റ് മോഹൻലാലിന് അയച്ച രാജിക്കത്തിൽ പറയുന്നത്. ഈ ഒരു രാജിയുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം സിദ്ദിഖ് ടെലിഫോണിൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ രാജിവെച്ചു എന്ന ഒരു വിവരം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ ഞെട്ടലിലാണ് എന്തായാലും താരസംഘടനയിലെ മറ്റ് താരങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു രാജിയുമായി ബന്ധപ്പെട്ട പറയുന്നുണ്ട്. അങ്ങനെ ധർമ്മജൻ ബോൾഗട്ടിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രാജി അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടാണ് ഇങ്ങനൊരു ആരോപണം ഉയർന്നതിന് ശേഷം രാജിവെച്ചത്. ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ധർമ്മജൻ ബോൾഗട്ടി പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, ഇതിലൊക്കെ എന്തെങ്കിലും കഴമുണ്ടെങ്കിൽ അങ്ങനെ നടപടിയെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രസിഡന്റായ മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് യോഗം ചേരുക. ഇനി ആ യോഗത്തിന് ശേഷമായിരിക്കും എങ്ങനെയാണ് തുടർ നടപടികൾ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനാണ് എന്തായാലും നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം ഈ സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുമെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഫെഫ്കയുടെ പ്രതികരണവും വന്നിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയിലുള്ള മറ്റ് അംഗങ്ങൾക്കൊക്കെ തന്നെ കത്തയച്ചിരിക്കുന്നു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫെഫ്കയിൽ പറയുന്നത്. അങ്ങനെ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്.